നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 459 459. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 459. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാം അധ്യായം ശ്ലോകം 1. ഋഷഭാവാചാം ന അയം ദേഹോ ദേഹഭാജാം ത്രിലോകേ കഷ്ടാൻ കാമാനഹർഹതേ കാമ അനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേതസ്മാത് ബ്രഹ്മസൗഖ്യം ധ്വനന്ധം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, മനുഷ്യലോകത്തിൽ ദേഹം ധരിച്ചിരിക്കുന്നവരുടെ ഈ ശരീരം മലം ഭക്ഷിക്കുന്നവർക്കും യാതൊന്നുകളുണ്ടോ? ദുഃഖങ്ങളെ ജനിപ്പിക്കുന്ന താൻ ആ കാമങ്ങളെ അർഹിക്കുന്നില്ല. ഹേ പുത്രന്മാരെ, ഉത്കൃഷ്ടമായ തപസ്സിനെ അർഹിക്കുന്നു. അതായത് ലൗകികമായിട്ടുള്ള ജീവിതമല്ല അർഹിക്കണതെന്നാണ് പറഞ്ഞതിന് താല്പര്യം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. യാതൊന്നിനാൽ അന്ധക്കരണം ശുദ്ധമാകും. ആധ്യാത്മത കൊണ്ട് മാത്രമേ അന്ധക്കരണം ശുദ്ധമുള്ളൂ. ലൗകികത കൊണ്ട് അല്ലെങ്കിൽ അനർഹമായ കാമനകളെ കൊണ്ട് അന്ധക്കരണം ശുദ്ധി വരില്ല, പാപങ്ങളാണ് കൂടുക. അതുകൊണ്ട് യാതൊന്നിൽ നിന്നാകട്ടെ അവധിയില്ലാത്ത ബ്രഹ്മാനന്ദം ആണ് ഉണ്ടാവുക. ബ്രഹ്മാനന്ദം ഏതില്? ആധ്യാത്മികതത്തിൽ. അത് നഷ്ടം വരുത്തണോ വേണ്ടെന്ന് വ്യക്തികൾക്ക് തീരുമാനിക്കാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. 5-ാം അധ്യായത്തിൽ ഋഷഭദേവൻ പുത്രന്മാരോട് മോക്ഷധർമ്മങ്ങൾ ഉപദേശിച്ച് അനുശാസിക്കുന്നു. ഇത് മുതൽ 27 ശ്ലോകം ഉപദേശവചനാണ്. 27 ശ്ലോകം. ഈ മനുഷ്യ ശരീരം ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവർ സൂകരാദി ക്ഷുദ്രജന്തുക്കൾക്ക് കൂടി അനുഭവിക്കുന്ന തുച്ഛങ്ങളും ക്ലേശങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നവയുമായ വിഷയസുഖങ്ങളെ അനുഭവിപ്പാനുള്ളവരല്ല. അതായത് തെറ്റായ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി മനുഷ്യ മനസ്സിന് വൈരാഗ്യം സൃഷ്ടിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. സൂകര എന്ന് പറഞ്ഞെന്താ? സൂകര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നികൾ അമേദ്യമാണ് ധാരാളം കഴിക്കുക. ചളിയിലാണ് കിടക്കുക അവർ. പക്ഷേ ഒരു സൂകരം മാത്രമേ ഭൂമിയെ ഉദ്ധരിച്ചിട്ടുള്ളൂ. അത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ പന്നിയുടെ രൂപം ധരിച്ച് പാതാളത്തിൽ ആണ്ടുപോയ അല്ലെങ്കിൽ ജലത്തിൽ ആണ്ടുപോയ ഭൂമിയെ ഉദ്ധരിക്കുക ചെയ്തത്, സത്പ്രവൃത്തിയാണ് ചെയ്തത്. സത്പ്രവൃത്തിയിൽ കൂടെ മാത്രമേ മനുഷ്യ മനസ്സിന് ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ എന്നുള്ളതും ബാക്കിയുള്ളതൊക്കെ വൈരാഗ്യങ്ങളെ ഉണ്ടാക്കേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് കഥ പോണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്വാക്കൾ മുതലായ പ്രാണിവർഗങ്ങൾ സുലഭമായി സിദ്ധിക്കുന്ന നായ്ക്കൾ നിസ്സാര സുഖങ്ങളെ മനുഷ്യരും അന്വേഷിക്കുന്നതായാൽ പ്രാണി സാധാരണമായ ജീവരീതിയെ അവരും അനുസരിക്കും. അതിനാൽ മനുഷ്യോചിത വ്യാപാരത്തിൽ മനസ്സിരുത്താത്ത ദോഷത്തിന് അവർ പാത്രമായി തീരുന്നു. മനുഷ്യ ഇതര നായ്ക്കളും പന്നികളും ചെയ്യുന്ന കൂട്ടത്തിൽ മനുഷ്യന്മാർ ചെയ്യരുത് എന്നർത്ഥമായി. അപ്പം അതാണല്ലോ
പല കഥകളുടെ പേരിൽ യൂട്യൂബുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ മകൻ അമ്മയെ പ്രാപിക്കുന്നു, സഹോദരൻ സഹോദരിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കണത്? ആർക്കും എപ്പോൾ വേണമെങ്കിലും സംസ്കാരശൂന്യമായ കാര്യങ്ങൾ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യണത്? ആ യൂട്യൂബിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 4500 ഭാഗവത കഥകൾ പറഞ്ഞിട്ട് നമ്മൾക്ക് അതിന് കാശില്ല, വേണ്ട, എനിക്ക് കാശ് വേണ്ട. കാരണം എന്താ? ഞാൻ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ ഞാനും പഠിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്കൃഷ്ടമായ തപസ് ചെയ്യുവാനുള്ളവരാകുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 3500 പ്രഭാഷണങ്ങൾ എൻ്റെ തപസ്സാണ്. അതുകൊണ്ട് എനിക്ക് നേട്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ആ തപസ്സിനാൽ അവരുടെ അന്ധകരണം പരിശുദ്ധിയെ പ്രാപിക്കും. അപ്പോൾ അനന്തമായ ബ്രഹ്മാനന്ദം അനുഭവപ്പെടുന്നതാണ്. ബ്രഹ്മാനന്ദം സ്ഫുരിക്കാത്തത് അന്ധകരണത്തിലുള്ള രാഗാതിവൃത്തി രൂപചലനം നിമിത്തമാകുന്നു. രൂപത്തിൻ്റെ പിന്നാലെ പോവുക. ഇവിടെ ശാന്തമായ സമുദ്രമാണ്. എവിടെ? ആധ്യാത്മികത്തിൽ. അതുകൊണ്ട് തപസ്സിനാൽ ആ ചാഞ്ചല്യം നിലപ്പിക്കണം, നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട്. അപ്പോൾ ബ്രഹ്മാനന്ദം സ്ഫുരിക്കും. ആ പരമാനന്ദാനുഭവമാണ് മനുഷ്യർക്ക് ഉചിതമായ ലക്ഷ്യം. അവിടെ ആ ഉചിതം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ശ്ലോകം. മഹൽ സേവാം ദ്വാരമാഹുർവിമുക്തേ സ്തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഹൃത സാധവോയേ. എന്താ പറഞ്ഞത്? മഹാന്മാരുടെ സേവയെ മോക്ഷത്തിൻ്റെ ദ്വാരമായിട്ട് പറയുന്നു. സ്ത്രീകളുടെ സംസർഗമുള്ളവരോട് ചേരുന്നത് സംസാരത്തിൻ്റെ ദ്വാരമെന്നും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനർഹമായ സ്ത്രീ സംഘം നരകദ്വാര എന്ന് പറഞ്ഞു. സദാചാരനിഷ്ഠന്മാരും സുഹൃത്തുക്കളും ക്രോധമില്ലാത്തവരും മനോവൃത്തികൾ നന്നായി അടങ്ങിയിരിക്കുന്നവരും സമരൂപമായ ചിത്തമുള്ളവരും യാതൊരുത്തരോ അവർ മഹാന്മാരാകുന്നു. ആ മഹത്വം എന്തിനാ വേണ്ട വയ്ക്കണത്? ഇനി അതിൻ്റെ ഭാവാർത്ഥം. ബ്രഹ്മാനന്ദാനുഭവ രൂപമായ മോക്ഷത്തിൻ്റെയും ജന്മജരാമരണ രൂപമായ ബന്ധത്തിൻ്റെയും പ്രധാന കാരണത്തെ ഉപദേശിക്കുന്നു. മഹാന്മാരെ സേവിക്കുന്നത് മോക്ഷമടയുവാൻ മാർഗമാകുന്നു. സ്ത്രീജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങളോട് ചേരുന്നത് ഉപരിയുപരി സംസാരത്തിൽ പ്രവേശിക്കുന്നതിനും കാരണമാകുന്നു. സദാചാരങ്ങളെ വിടാതിരിക്കുന്നവരും സർവപ്രാണികളിലും സുഹൃദ്ഭാവത്തെ വെച്ചിരിക്കുന്നവരും കാമിക്കുന്ന സ്വഭാവമില്ലാത്തതിനാൽ ക്രോധം എന്ന മഹാദോഷത്തിൽ നിന്ന് വിട്ടിരിക്കുന്നവരും. അപ്പോൾ ക്രോധത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാമനകൾ പാടില്ല. ഈശ്വരാധീനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. അതുകൊണ്ട് ചിത്തചാഞ്ചല്യത്തെ ആത്മവിചാരശീലത്താൽ അടക്കിയിരിക്കുന്നവരും ലൗകികങ്ങളായ സുഖദുഃഖങ്ങളാൽ വികാരപ്പെടാത്ത ഏകനിലയെ അംഗീകരിച്ചവരും യാതൊരുത്തരോ അവരാകുന്നു മഹാന്മാർ. അവരുടെ സംസർഗത്തെ സമ്പാദിക്കുന്നതാണ് മോക്ഷപ്രാപ്തിക്കുള്ള പ്രധാന മാർഗം എന്ന് പറഞ്ഞു. ഇതാണ് ഭാഗവതത്തിൽ മുഴങ്ങി കേൾക്കേണ്ടത്. ഒരു സമൂഹത്തിൻ്റെ നന്മയായിരിക്കണം. ഇനി മൂന്നാമത്തെ ശ്ലോകം. യേ വാ മയീഷേ കൃതസൗഹൃദാർത്ഥ ജനേഷു ദേഹം പരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമൽസു ന പ്രീതിയുക്തായാവദർത്ഥാശ്ച ലോകേ. യാതൊരുവരാകട്ടെ ഈശ്വരനായ എന്നിൽ കൃതമായ സൗഹൃദമാകുന്ന അർത്ഥത്തോടു കൂടിയവരോ, കൃതമായ കൃത്യമായ എന്നർത്ഥം,
പിന്നെയോ ദേഹത്തെ ഭരിക്കുന്നതിന് ഉപകരിക്കുന്ന വ്യാപാരങ്ങളോടുകൂടിയ ജനങ്ങളിലും ഭാര്യ പുത്രന്മാർ ധനം ഇവയോടുകൂടിയ ഗൃഹങ്ങളിലും. അപ്പൊ ഗൃഹങ്ങളിലേക്ക് എന്താ വേണ്ടത്? ഭാര്യ പുത്ര ധനം വേണം. ആത്മാനന്ദത്തിനോ? ആത്മാവ് മാത്രം മതി. ആത്മാവിൽ രതി ഉണ്ടായാൽ ആത്മാരാമനായി, അതിന് വേറെ കാശ് വേണ്ട. എന്നിട്ട് പറയണു, പ്രീതിയുക്തന്മാരല്ലാതിരിക്കുന്ന, അതായത് ഗൃഹങ്ങളിൽ പ്രീതിയുക്തന്മാരല്ലാതിരിക്കുന്ന ലോകത്തിൽ എത്രത്തോളം പ്രയോജനമോ അത്ര പ്രയോജനത്തെ ആവശ്യപ്പെടുന്നവരും. എത്ര വേണോ അത്ര മതി. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയണു. മഹാന്മാരുടെ മുഖ്യമായ മറ്റൊരു ലക്ഷണത്തെ ഉപദേശിക്കുന്നു. ഈശ്വരനായ എന്നിൽ പരമപ്രേമത്തെ നിബന്ധിക്കുന്നതിനെ തന്നെ പരമപുരുഷാർത്ഥ പ്രാപ്തി മാർഗമായിട്ട് കരുതുന്നവർ യാതൊരുത്തരോ ദേഹാദികളെ ഭരിപ്പാൻ ഉപകരിക്കുന്ന ധനാർജനാദി വ്യാപാരം മാത്രമല്ലാതെ ഭഗവൻ മാഹാത്മ്യത്തെ നിരൂപിക്കുന്ന സ്വഭാവമില്ലാത്ത ജനങ്ങളും ഭാര്യാപുത്രന്മാർ ധനാദികൾ എന്നിവ അടങ്ങിയ ഗ്രഹങ്ങളിലും പ്രീതിയില്ലാതിരിക്കുന്നവർ യാതൊരുത്തരോ ഭഗവാനെ ഭജിക്കുന്നതിനാവശ്യമായ ശരീരം നിർവഹിപ്പാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ആവശ്യത്തെ മാത്രം ലോകത്തിൽ നിന്ന് കാക്ഷിക്കുന്നവർ യാതൊരുത്തരോ ഇവരാണ് മഹാന്മാർ. ഒത്തിരിയായിട്ട് മാറും. 4 നൂനം പ്രമത്ത ഗുരുദേവി കർമ്മ യതിന്ദ്രിയ പ്രീതയ ആപ്രണോതി ന സാധു മന്യേയത ആത്മനോ അയം അസന്നവി ക്ലേശത ആസദേഹ. ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട് മെനക്കെടരുത്. എപ്പോൾ വ്യാപരിക്കുന്നുവോ അപ്പോൾ വിചാരശൂന്യരായിട്ട് തീരും. പാപത്തെ ചെയ്യുന്നു, അതിനെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാപത്തെ ചെയ്യുന്നത് നല്ലതെന്ന് വിചാരിക്കരുത്. യാതൊന്നിനാൽ അസത്തായും ആത്മാവിന് ക്ലേശത്തെ ജനിപ്പിക്കുന്നതുമായിരിക്കുന്ന ഈ ശരീരം ഉണ്ടായി. ഈ ശരീരം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ ശരീരം ഉണ്ടായാലാണ് ഓപ്ഷൻ, ഭൗതികത വേണോ ആധ്യാത്മികത വേണോ. ശരീരം ഉണ്ടായിട്ടില്ലെങ്കിലോ ഓപ്ഷൻ എന്താ? ആധ്യാത്മികം മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ജനിക്കാതെ കണ്ടിരിക്കാനാണ് ഓപ്ഷൻ. അതെന്തിനാ? അത് അലൗകിക പ്രതിഭാസം, അതായത് ആത്മാരാമനായിട്ട് തീരാം. അപ്പോൾ പിന്നെ ശങ്കരാചാര്യർ, രമണ മഹർഷി, നാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ ഇവർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി എന്താ? അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ എന്തുണ്ടാവില്ല? കൂടുതൽ പ്രജകളുണ്ടാവില്ല. പ്രജകളെന്ന് പറഞ്ഞാൽ സംസാര ദുഃഖം അനുഭവിക്കേണ്ട ആൾക്കാരുണ്ടാവില്ല. അപ്പം ഇനി അതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥം നോക്കിക്കോളൂ. മനുഷ്യനായി ജനിച്ചാൽ വിഷയഭോഗങ്ങളെ അന്വേഷിക്കുന്നത് യോഗ്യമല്ലെന്ന് ആദ്യം പറഞ്ഞതിനെ ഉപവാദിച്ച് ഉറപ്പിക്കുന്നു. ആത്മവിദ്യയാണ് വേണ്ടത്, പരാവിദ്യയാണ് വേണ്ടത്, ഭൗതിക വിദ്യ അല്ല വേണ്ടത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വ്യാപരിക്കുമ്പോൾ ധർമ്മ അധർമ്മ വിചാരശക്തി കുറഞ്ഞു പോകുന്നു. അത് തന്നെ സർവ അനർത്ഥ മൂലകാരണമായ പ്രമാദം എന്ന് പറയപ്പെടുന്നു. പ്രമാദം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിലുണ്ടാവുന്ന മതോന്മത്തന്മാരായി മദ്യപാനം ചെയ്ത് അല്ലെങ്കിൽ കഞ്ചാവ് മുതലായിട്ടുള്ളതൊക്കെ വലിച്ചിട്ട് ഭം ഭം ഭോലോ, അത് ആർക്കുള്ളതാ? അത് ശിവതത്വം അല്ല. അത് ചണ്ടാളന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ ഭം ഭം ഭോലോ. അപ്പോൾ പ്രമാദം നിമിത്തം പാപകർമ്മം ചെയ്യുവാനിടവരും. ജന്മാന്തര പാപകർമ്മ ഫലമായിട്ടാണ് ആത്മാവിന് ദുഃഖത്തെ ജനിപ്പിക്കുന്നതും ദോഷനിധാനവുമായ ഈ ശരീരമുണ്ടായത്. വീണ്ടും പാപം ചെയ്യുന്നതിനാൽ മേൽക്കുമേൽ ശരീരം ധരിക്കേണ്ടതായിട്ട് വരും, മരിക്കേണ്ടതായും വരും.
എത്ര പ്രാവശ്യം ശരീരം എടുക്കണോ അത്ര പ്രാവശ്യം മരിക്കേണ്ടി വരും. ഇത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുനരഭിജനനം പുനരഭിമരണം എന്നുള്ളത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി 5-ാമത്തെ ശ്ലോകം. പരാഭവസ്ഥാവത ബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവൽ ക്രിയാതാവതിദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധഃ. ആത്മാവിൻ്റെ പരമാർത്ഥത്തെ ഏതുവരെ അറിവാൻ ആഗ്രഹിക്കാതിരിക്കുന്നുവോ അതുവരെ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ തിരസ്കാരം, പ്രവർത്തികൾ ഏതുവരെയോ അതുവരെ കർമ്മസ്വഭാവത്തോടു കൂടിയ ഈ മനസ്സ് യാതൊന്നിനാൽ ശരീരത്തോട് ബന്ധം ഉണ്ടാവും. ശരീരത്തോട് ബന്ധം ഉണ്ടായാൽ നരകം ഫലം. ആത്മാവിനോട് ബന്ധമുണ്ടായാൽ ശരീരനാശത്തോടു കൂടി പിന്നെ ജനിക്കില്ല, മരിക്കില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ദേഹാദികൾ നശിക്കുന്നവയാകയാൽ ദേഹനിമിത്തമായ അനർത്ഥത്തിന് അധികകാലം നിലനിൽപ്പാൻ ശക്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഔദാസീന്യം സ്വീകരിച്ചുകൂടാ എന്ന് യുക്തിപൂർവം ശാസിക്കുന്നു. ഉദാസീനത ഉണ്ടാകരുത്. എന്നിട്ടോ ആത്മതത്വത്തെ അറിവാൻ ആഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലം ദേഹത്തിൽ അഭിമാനവും അതുമൂലം ആത്മതിരസ്കാരവും. ശരീരത്തിൽ താല്പര്യം തോന്നിയാൽ ആത്മാവിനെ തിരസ്കരിക്കേണ്ടി വരും. ആത്മാവിനെ തിരസ്കരിച്ചിട്ട് ആത്മാവിനെ സ്വീകരിക്കാൻ തുടങ്ങിയാലോ ശരീരനാശം അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അതുമൂലം ആത്മതിരസ്കാരവും ഭവിക്കും. ദേഹേന്ദ്രിയാദികളെയും തത്സംബന്ധികളെയും ആദരിപ്പാനുള്ള കർമ്മങ്ങളിൽ അതിശ്രദ്ധ അപ്പോൾ ഉണ്ടാകും. അത് പാടില്ല. കർമ്മവാസനയോടുകൂടിയ ഈ മനസ്സ് ഈ സ്ഥൂലദേഹം നശിക്കുന്നതോടുകൂടി നശിക്കാത്തതിനാൽ വാസന നിമിത്തം പിന്നെയും ആത്മാവിന് ദേഹസംബന്ധം വേണ്ടി വരുന്നു. അതിനാൽ ദേഹനാശത്തോടുകൂടി അനർത്ഥം നശിക്കുന്നുവെന്ന് വിചാരിക്കരുത്. സ്ഥൂലദേഹം നശിച്ചാലും സൂക്ഷ്മദേഹം നശിക്കുകയില്ല. അതിനാൽ സംസാര ഭ്രമണം നിലയ്ക്കുന്നില്ല. അവിദ്യ നശിക്കണമെങ്കിൽ ആത്മതത്വത്തെ നിരൂപണം ചെയ്യണം. കർമ്മവാസന പ്രബലമായിരിക്കുമ്പോൾ തത്വജിജ്ഞാസ ദുർബലമായി തീരും. അതിനാൽ വിഷയസുഖങ്ങളിൽ ദോഷദർശനം നിമിത്തം കർമ്മങ്ങളിൽ വിരക്തി ഉണ്ടാകണം. ആത്മജിജ്ഞാസ വർദ്ധിക്കുകയും വേണം. എന്നാൽ മാത്രമേ നിവൃത്തി മാർഗത്തിൽ പ്രവേശം സാധിക്കുകയുള്ളൂ. ഇതാണ് എല്ലാ ആചാര്യന്മാരും പറഞ്ഞ് പരത്തേണ്ടത്. അല്ലാണ്ട് ഇന്ന ശ്ലോകം ചൊല്ലിക്കോളൂ ഭാഗ്യം ഉണ്ടാവുമെന്ന് പറയരുത്. അത് ആചാര്യന്മാർ ചെയ്യുന്ന വലിയൊരു പാവാണ്. ഭാഗവതം മനസ്സിലാക്കാതെ കണ്ടാണ്. അതുകൊണ്ട് 6-ാമത്തെ ശ്ലോകം പറയണു. ഏവം മനഃകർമ്മവശം പ്രയുക്തേ അവിദ്യയാ ആത്മന്യുപാധീയമാനേ പ്രീതിർണയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. അജ്ഞാനത്താൽ ആത്മാവ് ആച്ഛാദിക്കപ്പെട്ടിരിക്കുമ്പോൾ, മറയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ എന്നർത്ഥമായി. പെട്ടിരിക്കുമ്പോൾ ഇപ്രകാരം മനസ്സ് പുരുഷനെ കർമ്മവശം, അതായത് കർമ്മത്തിന് അധീനനാക്കുന്നു. വാസുദേവനായ എന്നിൽ ഏതുവരെ പ്രീതിയില്ലയോ അതുവരെ ദേഹയോഗത്താൽ മോചിക്കപ്പെടുന്നില്ല, പരാജയപ്പെടുന്നു എന്നർത്ഥമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. അജ്ഞാനത്താൽ ആത്മസ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ കർമ്മവാസനായുക്തമായ മനസ്സ് പുരുഷനെ വിട്ടുപിരിയുന്നില്ല. അതിനാൽ പുരുഷന് ദേഹയോഗം പിന്നെയും ഉണ്ടാകുന്നു. ചിത്തത്തിൽ അധിവസിക്കുന്ന അന്തര്യാമിയായ വാസുദേവനായ എന്നിൽ
പരമപ്രീതി ജനിക്കുന്നത് വരെ പുരുഷന് സംസാരത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായി വരുന്നു. അത് ഒഴിവാക്കി കിട്ടണം. എന്നിട്ടോ പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി 7ാമത്തെ ശ്ലോകം. യഥാ ന പശ്യത്യ യഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാൻ ആസാദ്യമൈഥുന്യമകാരമജ്ഞ. ഇതിൻ്റെ വാക്കാർത്ഥം വരുന്നത് വിവേകിയായിട്ട് ഇന്ദ്രിയ വ്യാപാരത്തെ ശരിയല്ലെന്ന് എപ്പോൾ കാണുന്നില്ലയോ പെട്ടെന്ന് സ്വപ്രയോജനത്തിൽ മനസ്സിരുത്താത്തവരും സ്വപ്രയോജനത്തിൽ മനസ്സ് ഇരുത്താത്തവരും സ്മൃതിയില്ലാത്തവരും. സ്മൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ സ്മരിക്കാതെ കണ്ടിരിക്കുക, അല്ലെങ്കിൽ വേദോപനിഷത്തുകളെ സ്മരിക്കാതെ കണ്ടിരിക്കുക, പുരാണ ഇതിഹാസങ്ങളെ സ്മരിക്കാതെ കണ്ടിരിക്കുക, ആത്മാവിനെ അറിയാത്തവനുമായിട്ട് മൈഥുന സുഖപ്രധാനമായിരിക്കുന്ന ഗ്രഹത്തെ പ്രാപിച്ചിട്ട് അതിൽ ദുഃഖങ്ങളെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ദേഹയോഗം മാത്രമല്ല അനർത്ഥം. പിന്നെയോ അനന്തതാപങ്ങളെയും അനുഭവിക്കേണ്ടി വരുമെന്ന് കാണിക്കുന്നു. അനന്തതാപങ്ങൾ എന്ന് പറഞ്ഞെന്താ? അതായത് മനസ്സിന് ചൂട് എന്ന് പറഞ്ഞ അർത്ഥം ശാന്താവില്ല, തീക്കട്ട പോലെ. പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ. കൂടുതൽ മക്കളായാൽ അവർക്ക് വേണ്ട ഔചിത്യപൂർണമായ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കാതെ കണ്ട് വരുമ്പോഴുള്ള പ്രശ്നം, അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിക്കാത്ത പ്രശ്നം, അവർക്ക് സുഖസൗകര്യങ്ങൾ തേടിക്കൊടുക്കാൻ സാധിക്കാത്ത പ്രശ്നം, വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ആത്മസുഖത്തെ വർദ്ധിപ്പിക്കുന്നതിനല്ല. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ആത്മസുഖത്തെ വർദ്ധിപ്പിക്കുന്നതിനല്ല, ആത്മ അനർത്ഥങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനാണ്. എത്ര ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസം നമ്മളെ വഴിതെറ്റിക്കണു? ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ എൻജിനീയർ ആവുക, ഡോക്ടർ ആവുക, സയൻറ്റിസ്റ്റ് ആവുക, കൂടുതൽ കാശ് വന്നാൽ അച്ഛനമ്മമാരെ ധിക്കരിക്കുക, കുടുംബത്തിനെ ധിക്കരിക്കുക, അതാണോ ആവശ്യം? സമൂഹത്തിനെ ധിക്കരിക്കുക, വ്യവസ്ഥാപിതമായ മാർഗങ്ങളെ ധിക്കരിക്കുക, അതാണോ ആവശ്യം? അല്ല. ശാന്തിയും സമാധാനവും തേടുന്നതിന് പകരം വെള്ളിയാഴ്ച 5 ഡേ വീക്ക് കഴിഞ്ഞാൽ മോഹാത്സ്യപ്പെട്ട് കിടന്നാൽ തിങ്കളാഴ്ച ജോലിക്ക് പോകുന്നവർ വരെ അധോലോകത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? ആലോചിച്ച് നോക്കൂ. ചൂതുകളിയാണെങ്കിൽ ചൂതുകളി, ഡ്രിങ്ക്സ്, ഹോട്ട് ഡ്രിങ്ക്സ്, കെമിക്കൽ മാരകമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനാൽ അത് അനുവദിച്ചുകൂടാ എന്നുള്ള വിചാരമുണ്ടാകാതെ ഇരിക്കുന്നവൻ വിദ്വാനല്ല. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ദേഹാത്മഭാവനയോടുകൂടിയ ആ അജ്ഞൻ ആത്മഗുണം എന്താണെന്ന് അറിയുന്നവനല്ല. ആത്മഗുണം അറിയുന്നവൻ വഴിതെറ്റിപ്പോവില്ല. വഴിതെറ്റിക്കാൻ എളുപ്പം ആരേനെയാണ്? ആത്മഗുണം അറിയാത്തവരെ. ആത്മഗുണം അറിയുന്നവരെ എന്നെപ്പോൾ ഒരാൾക്ക് പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. അവൻ്റെ സ്വാർത്ഥം നശിക്കുന്നു. ആത്മസ്വരൂപം അറിയാൻ അവന് സാധിക്കുന്നില്ല. അപ്പോൾ സ്ത്രീ സുഖപ്രധാനമായിരിക്കുന്ന ഗ്രഹത്തെ ആദരിക്കുന്നു. അതിനാൽ അനന്ത ദുഃഖങ്ങളെ അവന് അനുഭവിക്കേണ്ടതായും വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പഞ്ചമസ്കന്ധത്തിലാണ് വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അത് ആരും നന്നായിട്ട് വായിക്കൂല, ആരും നന്നായിട്ട് പറയൂല. അതുകൊണ്ടാണ് അവർക്ക് ഈ അവതാരം, രുക്മിണി സ്വയംവരം, പറവെപ്പ്, ആഘോഷങ്ങൾ, കുചേലഗതി ഒക്കെ അടിച്ചു പൊളിക്കണത്. മനസ്സിലായില്ലേ? ഇനി 8ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? പുംസ സ്ത്രീയാമിഥുനീ ഭാവമേതം തയോർമിധോ ഹൃദയ ഗ്രന്ഥിമാഹു
അതോ ഗൃഹക്ഷേത്രസുതാത്തവിത്തൈർജനസ്യ മോഹോ അയം അഹം മമേതി. അതായത് പുമാന്, ശ്രീമാന്, പുമാനൊക്കെ ഒന്ന് തന്നെ. സ്ത്രീയോടുകൂടി ഈ ചേർച്ചയെ അവരുടെ അന്യോന്യം ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. അപ്പൊ അതാണ് ഹൃദയഗ്രന്ഥി ഭേദിനി. ഹൃദയഗ്രന്ഥി ഭേദിനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലൗകിക സുഖങ്ങളെ നിരാകരിക്കുക. അപ്പോൾ ഈ കാരണത്താൽ ഗൃഹം ക്ഷേത്രം സുതന്മാര്, ഗൃഹം ക്ഷേത്രം അതായത് വീട്, സുതന്മാര്, ആപ്തന്മാര്, ധനങ്ങൾ എന്നിവയോടുകൂടി ജനത്തിന് ഞാൻ എൻ്റേത് എന്നുള്ള ഈ അധ്യാസം, തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഉപയോഗാർത്ഥം സ്ത്രീയോട് ചേർന്ന് ശാസ്ത്രമര്യാദയെ അനുസരിച്ചുള്ള സുഖത്തെ മാത്രം അനുഭവിക്കുന്ന പുരുഷന് താപങ്ങൾ ഉണ്ടാവാൻ എന്തു കാരണം എന്ന ശങ്കയെ പരിഹരിച്ചും കൊണ്ട് സ്ത്രീ വിഷയത്തെക്കുറിച്ചുള്ള ആഗ്രഹത്തെ വിവേകപൂർവം പരിത്യജിക്കേണ്ടതാണെന്ന് കാണിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ട്. സ്ത്രീ പുമാന്മാരുടെ അന്യോന്യ യോജിപ്പിനെ അവരുടെ അന്യോന്യ ഹൃദയഗ്രന്ഥിയായിട്ട് വിവേകികൾ പറയുന്നു. അല്ലാതെ തന്നെ അവർക്ക് വെവ്വേറെ ഹൃദയഗ്രന്ഥികളുണ്ട്. ഈ അന്യോന്യ സംഗമത്തെ ദുർഭേദമായ മറ്റൊരു ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. ഗണ്ഡസ്യോപരി പിടക, കൂനിന്മേലൊരു കുരു, കൂനുണ്ട്, അതിൻ്റെ മേലൊരു കുരു. അതാണ് എന്ന ന്യായത്തിൽ ശരീരത്തിലുള്ള അഭിമാന നിമിത്തം അനുഭവിക്കുന്ന ക്ലേശരൂപമായ ഹൃദയഗ്രന്ഥിയെ തന്നെ ഭേദിപ്പാൻ കഴിയാതിരിക്കെ പുരുഷൻ അന്യയായ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും എൻ്റേതെന്നും ഞാനെന്നും കൂടി അഭിമാനിക്കുന്നത് കൊണ്ട് ഗൃഹം, കൃഷി, പുത്രന്മാർ, ബന്ധുക്കൾ, ഗൃഹോപയോഗികളായ ഉപകരണങ്ങൾ ഇവയിൽ കൂടി ഞാനെന്നും എൻ്റേതെന്നുമുള്ള അധ്യാസത്തിന് ശക്തി കുറെ കൂടി അധികരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് രക്ഷ കിട്ടണം, വേണ്ടേ? 9ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യഥാ മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢ ആശ്ലധേദ തഥാ ജന സംപരിവർത്തതേ അസ്മൻ മുക്തപരം യാത്യാദിഹായ ഹേതും. അതായത് കർമ്മങ്ങളോടുകൂടി യോജിച്ചിരിക്കുന്ന ഉറപ്പായ മനോരൂപമായ ഹൃദയഗ്രന്ഥി എപ്പോൾ ശിഥിലമാകുമോ അപ്പോൾ ജനം ഇതിൽ നിന്ന് മുക്തനായിട്ട് പിന്തിരിയുന്നു. കാരണത്തെ ഉപേക്ഷിച്ചിട്ട് പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു. പരമപുരുഷാർത്ഥം അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. എന്നാൽ ഹൃദയഗ്രന്ഥിയിൽ നിന്ന് എപ്പോൾ നിവൃത്തി കിട്ടുമെന്നുള്ളതിനെ ഉപദേശിക്കുന്നു. ജന്മജന്മാന്തര കർമ്മവാസനകളോട് ചേർന്നിരിക്കുന്ന മനോരൂപമായ ഹൃദയഗ്രന്ഥിക്ക് എപ്പോൾ ശൈഥില്യം സംഭവിക്കുന്നുവോ വൃത്തിരൂപേണ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് തന്നെയാണ് ഹൃദയഗ്രന്ഥിയുടെ രൂപം. ഇതാണ് ഹൃദയഗ്രന്ഥിയുടെ രൂപം എന്ന് പറഞ്ഞു. എന്നിട്ടോ വാസനയാണ് വൃത്തികൾ ഉണ്ടാവാൻ കാരണം. വാസനകളെ വിവേകത്താൽ അടക്കുവാൻ ശക്തനായി വരുമ്പോൾ മനസ്സ് ശാന്തമായി തുടങ്ങും. ഈ അവസ്ഥയെയാണ് ഹൃദയഗ്രന്ഥിയുടെ ബലക്ഷയം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയഗ്രന്ഥിയിൽ നിന്ന് സംസാരബന്ധത്തിൽ നിന്ന് വിരക്തനായി ഭവിച്ച ജനം സംസാരകാരണമായ അഹങ്കാരത്തെ ശരീരത്തിൽ ഞാനെന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് പരമാത്മാവിനെ പ്രാപിക്കും. അഹന്ത നിമിത്തമാണ് മമതയുണ്ടാകുന്നത്. അഹന്തയുടെ നാശത്തിൽ മമതയും നശിക്കും. അത് രണ്ടും കൂടിയതാണ് ഹൃദയഗ്രന്ഥി. അതിനാൽ ആദ്യമായിട്ട് അഹന്തയെ, അഹങ്കാരത്തെ, ശരീരാഭിമാനത്തെ ഉപേക്ഷിപ്പാൻ
പരമപദത്തെ പരമാത്മാവായുവിനോടുകൂടി ഉപേക്ഷിപ്പാൻ പരിശ്രമിക്കണം. അതിന് ശക്തി സിദ്ധിക്കുമ്പോൾ ജീവൻ മുക്തനായിട്ട് പരമപദത്തെ പരമാത്മാവിനോടുകൂടി ഏകീഭാവത്തെ പ്രാപിക്കുവാൻ കഴിയും. ബഹുജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ അനുബന്ധം നിമിത്തം ഈ ഹൃദയഗ്രന്ഥിക്ക് ബലം അധികമുള്ളതിനാൽ അതിനെ ജയിപ്പാൻ പ്രയത്നം ആവശ്യമാണെന്ന് ധരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും അത് നാനാത്വത്തിൽ നിന്ന് ഏകത്വം അനുഭവിക്കാനും സഹായിക്കുമെന്നും, നാനാത്വത്തിൽ ഏകത്വം കണ്ടിട്ട് നമുക്ക് സമാധാനിക്കണം, അല്ലാണ്ട് ഏകത്വത്തിൽ നിന്ന് നാനാത്വം കണ്ട് ഭ്രമിക്കാൻ പാടില്ല എന്നുള്ള സത്യത്തെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. ഏവർക്കും നമസ്കാരം.